Jim sir, very good morning. Good morning, Christina. Good morning, Hashmi. Sorry, Pravida. Pravida. ഞാൻ പ്രവിതയാണ്. Hi. ഞാൻ ആരാ നിൽക്കുന്നതെന്ന് കണ്ടില്ല. ഇത്രയും നേരം സാർ ആരോട് സംസാരിച്ചു? ഈ ഹാഷ്മി വന്ന് കയറുന്നോണ്ടേ സാരമില്ല, ഹാഷ്മിയോട് അത് പിൻവലിച്ചിരിക്കുന്നു. എന്നാലും പ്രവിത അത് ക്ഷമിച്ചിരിക്കുന്നു. എന്നാലും പ്രവിതയെ ഹാഷ്മിയായി തോന്നിയല്ലോ എന്നുള്ളതാണ്. അപ്പൊ നമുക്കിനി ഇസ്രായേലിന്റെ കാര്യം പറയാം. ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അടക്കം 37 ഉന്നതർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തുർക്കി എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. PR സ്റ്റണ്ടാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? യഥാർത്ഥത്തിൽ ഇതൊരു വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് തുർക്കി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇസ്രായേലുമായിട്ട് വലിയ അഭിപ്രായ ഭിന്നതയിൽ നിൽക്കുന്ന രാജ്യമാണ് അത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് അടക്കമുള്ള 37 പേർക്കെതിരെയാണ് അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുർക്കിയുടെ ഏത് ഭാഗത്ത് കണ്ടാലും അവരെ അറസ്റ്റ് ചെയ്യുന്നുള്ളതാണ് തുർക്കിയുടെ പ്രഖ്യാപനം. എന്ന് മാത്രമല്ല, മന്ത്രിമാരായിട്ടുള്ള സിയോണിസ്റ്റ് നേതാക്കളായിട്ടുള്ള മന്ത്രിമാർ ബെൻ ഗീവർ, അതുപോലെ തന്നെ സൈന്യാധിപൻ ഇയാൾ സമീർ അടക്കമുള്ളവർക്കെതിരെയാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വല്ലാത്ത പ്രതിഷേധത്തിലും എതിർപ്പിലുമാണ്. തുർക്കിയുടെ ഒരു PR സ്റ്റണ്ടാണ് എന്നാണ് അവർ ആരോപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ കാണേണ്ടി വരും. എന്ന് മാത്രമല്ല, ഗസയിൽ നിന്ന് ഒരു ഇസ്രായേലി ബന്ദിയുടെ കൂടി മൃതശരീരം കണ്ടെടുത്ത് ഹമാസ് നൽകിയിട്ടുണ്ട്. ഇനി 5 പേരുടെ ഇസ്രായേലി ബന്ദികളുടെ മൃതശരീരമാണ് കിട്ടാനുള്ളത്. അതിനിടയിൽ അമേരിക്ക അന്താരാഷ്ട്ര സേനയെ അയക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി തുടരുന്നുണ്ട്. ഇപ്പോൾ തുർക്കിയുടെ സേനയെ അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ തീർത്തു പറഞ്ഞു. പക്ഷെ അമേരിക്ക പറഞ്ഞത് അന്താരാഷ്ട്ര സേനയാവുമ്പോൾ തുർക്കിയെ കൂടി ഉൾപ്പെടുത്തേണ്ടി വരും, അത് അവസാനം ഇസ്രായേലിനെ അംഗീകരിക്കേണ്ടി വരും എന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ അന്താരാഷ്ട്ര സേനയെ സംബന്ധിച്ച അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ്. അതിനിടയിൽ ഗസയിലെ ദുരിതത്തെക്കുറിച്ച് ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രവിത, ക്രിസ്റ്റീന, ഏറ്റവും വലിയ ഒരു ആക്ഷേപമായിട്ട് വന്നിരിക്കുന്നത് അവിടേക്ക് 100 ട്രക്കുകളെ വിടുന്നുള്ളൂ. ഒരു ദിവസം 600 ട്രക്കെങ്കിലും ചെന്നാൽ മാത്രമേ അല്പമെങ്കിലും പട്ടിണി മാറുകയുള്ളൂ. പക്ഷേ 100 ട്രക്കേ കടത്തിവിടുന്നുള്ളൂ. ഇപ്പോഴും ഇസ്രായേൽ സേന ഗസയിൽ ആക്രമണം നടത്തുന്നുണ്ട്. തൊട്ടടുത്ത രാജ്യമായ ലെബനിലേക്ക് മിസൈലുകൾ അയക്കുന്നു. അപ്പോൾ ഇസ്രായേൽ വെറുതെ ഇരിക്കുന്നില്ല. ഇതെല്ലാം കൂടി ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ ഗസയിലെ കാര്യങ്ങൾ പോകുന്നത്. ക്രിസ്റ്റീന, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.